ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഫോറം അറ്റ് നൗ. ഫോറം അറ്റ് നൗ എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമാണ്. ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, ഡെമോക്രസി. ഒരു ഏകാധിപതിയായ ഭരണാധികാരി വന്നാൽ അത് ജനങ്ങളുടെ ജീവിതം ദുഷ്കരം ആക്കുകയും അത് ജനങ്ങളുടെ ജീവിത നിലവാരം താഴോട്ട് ഉയർത്തുകയും മാത്രമേ ഉള്ളൂ. ഒരു ഏകാധിപതിയായ ഭരണാധികാരിക്ക് എത്ര നാൾ ജനങ്ങളെ നയിക്കുവാൻ കഴിയും? അതൊരു ചോദ്യചിഹ്നമാണ്. ചൈന പോലുള്ള രാജ്യങ്ങളിൽ അത് സാധ്യമാകുമായിരിക്കും. പക്ഷേ ഒരു ഏകാധിപതി വളരുമ്പോൾ അവിടെ ജീവിതം കീഴ്പോട്ട് വളരുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതമാണ്. ഏകാധിപതികൾ സമ്പന്നരാകുകയും എന്നാൽ ജീവിതം നശിക്കപ്പെടുന്നത് സാധാരണക്കാരനായ വ്യക്തികളാണ്. മനുഷ്യരഹിതമായ വിപ്ലവത്തിലൂടെയും രക്തരൂഷിതമായ കാലഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഏകാധിപതി ഉണ്ടാകുകയും മനുഷ്യന്റെ ജീവിതം താഴോട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനുള്ള പരിഹാരം ജനാധിപത്യം മാത്രമാണ്. ലോകത്തിന് മുന്നിൽ വിജയിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ പോലെയുള്ള വ്യക്തികളുടെ ആശയങ്ങൾ മാത്രമാണ്. അക്രമ രാഷ്ട്രീയത്തിലൂടെയും എന്നാൽ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയത്തിലൂടെയും നടക്കുമ്പോഴാണ് ലോകം വളരുന്നതും ഒരു രാജ്യത്ത് ജനതയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുകയും ആ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന രാജ്യത്ത് ഏകാധിപത്യമില്ല, ഏകാധിപതികളുമില്ല. ജനാധിപത്യത്തിൽ ബഹുസ്വരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഒരു ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ സൗന്ദര്യവും ഫെഡറൽ സംവിധാനമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റുകൾ ജനതയെ ഭരിക്കുകയും എന്നാൽ കേന്ദ്രത്തിൽ ഒരു കക്ഷിയോ അല്ലെങ്കിൽ ഒരു സഖ്യ സർക്കാരോ അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും കണ്ടുകൊണ്ടിരുന്നത്. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. ഇന്ത്യയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ 2024 അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ ജീവിതം എത്ര ദുഷ്കരമാണ് എന്നതിന് ഉദാഹരണമായി രണ്ട് രാജ്യങ്ങളുണ്ട്. ഒന്ന് UK, യുണൈറ്റഡ് കിങ്ഡം. രണ്ടാമത്തേത് ബംഗ്ലാദേശ്. ഇവിടെയെല്ലാം ജനാധിപത്യമായിരുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറുകയും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ഏകാധിപത്യത്തിന്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാകുന്നു. നമുക്ക് UK കടക്കാം. UK പ്രധാനമായി രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്, കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും. കഴിഞ്ഞ 14 വർഷമായി അധികാരത്തിലിരുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പല വ്യക്തികളും കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് കടന്നു വന്നു. പക്ഷേ ഈ പാർട്ടി ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കടന്നുപോയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായി കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് നമുക്ക് അറിയാം, ഇന്ത്യൻ വംശജനായ ഋഷി സുനാക് ആയിരുന്നു. ഋഷി സുനാക്കിന്റെ കയ്യിലേക്ക് അധികാരം വരുമ്പോൾ ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഒരുപാട് പരിതാപകരമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം താഴേക്ക് പോയിരുന്നു. ഇവിടെ സമ്പന്നന്റെ ടാക്സ് കുറയ്ക്കുകയും എന്നാൽ പാവപ്പെട്ടവന്റെ ടാക്സ് കൂട്ടുകയും ചെയ്തു എന്ന് വേണം പറയുവാൻ. അതായത് എല്ലാ വ്യക്തികൾക്കും ഒരേ ടാക്സ്, സമ്പന്നല്ലാത്തവർക്കും ഒരേ ടാക്സ് എന്ന നിലവാരത്തിലേക്ക് വന്നപ്പോൾ സാധാരണക്കാരന്റെ ജീവിതം കൂപ്പുകുത്തി. സാധനങ്ങളുടെ വില ഉദിച്ചു കയറി. ഇങ്ങനെ വന്നപ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാതായി. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് കുടിയേറി പാർക്കുവാൻ ആ രാജ്യത്ത് എത്തിവരും അസ്ലം സീക്കേഴ്സും അഭയാർത്ഥികളായി വന്നവരും ആ രാജ്യത്തിന്റെ പ്രശ്നമായിരുന്നു. എന്നാൽ അഭയാർത്ഥികളായ വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ ഇവർ എന്ത് ചെയ്തു? കൺസർവേറ്റീവ് പാർട്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെ കാലഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവർ പുറത്തായതും ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ആ രാജ്യം പോയതും യൂറോപ്യൻ യൂണിയനെ ഒന്നായല്ല ബാധിച്ചത്, ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയാണ്. 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിച്ചുകൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വന്നു. സ്റ്റാമർ എന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ലേബർ പാർട്ടിയുടെ വ്യക്തിയായിരുന്നു അവിടെ അധികാരത്തിലേക്ക് വന്നത്. ഒരു പ്രോഗ്രസീവായ ഒരു വ്യക്തിയായിരുന്നു, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ആ ജനാധിപത്യത്തിലുള്ള മാറ്റം 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഏകാധിപത്യത്തിൽ നിന്ന് ലേബർ പാർട്ടിയിലെ ഒരു മാറ്റത്തിലേക്ക് വന്നപ്പോൾ അവിടെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം വീണ്ടെടുക്കുമെന്ന് കരുതിയെങ്കിലും ആ ട്രാൻസിഷൻ ഇടയിൽ കഴിഞ്ഞ 14 വർഷ കാലഘട്ടത്തിലെ കൺസർവേറ്റീവ് പാർട്ടിയിലെ ഭരണം ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ബാധിച്ചു എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഇപ്പോൾ UK പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് തുടങ്ങിയത് ഒരു കൺസേർട്ട് നടക്കുന്നിടത്ത് 3 പിഞ്ച്
കുട്ടികളെ ഒരു അക്രമകാരി 17 വയസ്സുള്ള വ്യക്തി കത്തിക്ക് ഇരയായി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഈ മൃഗീയമായി 3 പെൺകുട്ടികൾ, കൊച്ചുകുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫാൾസ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ അഭയാർത്ഥിയായി ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഒരു മുസ്ലിം യുവാവാണ് ഈ കുട്ടികളെ കൊന്നു എന്ന ഒരു ഫാൾസ് ആയ തെറ്റായ നെറേറ്റീവ് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ അത് വിശ്വസിക്കുകയും അതൊരു കലാപമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഭയാർത്ഥികളായി അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന വ്യക്തികളെ, അതും പ്രത്യേകിച്ച് മുസ്ലിം വംശജരെ ആക്രമിക്കാൻ അവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അവിടുത്തെ വംശീയമായി ഒരു വിദ്വേഷം ജനങ്ങളിൽ ഉറവടിക്കുകയും അവിടെ അസ്ലം സ്വീകരിച്ച വ്യക്തികൾക്ക് അസ്ലം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ നടക്കുന്ന ഇന്നത്തെ പ്രശ്നം. എന്നാൽ UK പോലീസ് ഫോഴ്സസ് ക്ലാരിഫൈ ചെയ്യുകയുണ്ടായി, ഈ 17 വയസ്സുള്ള അക്രമകാരിയായ വ്യക്തി ഒരു UK വംശജനാണ് എന്ന് തന്നെ പറഞ്ഞു. അതൊരു UK പൗരനാണ്, അഭയാർത്ഥി അല്ല, അഭയാർത്ഥിയായി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന വ്യക്തിയും അല്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി, പോലീസ് ക്ലാരിഫൈ ചെയ്തെങ്കിൽ കൂടി അവിടുത്തെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവിടുത്തെ കോറായ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഉറവെടുത്തതല്ല, കഴിഞ്ഞ 14 വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ കഴിഞ്ഞ ഒരു പാർട്ടി 14 വർഷം ചെയ്തു വെച്ച പ്രവൃത്തിയുടെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അത് UK ഗവൺമെൻറ് ഫിക്സ് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. സ്റ്റാമർ എന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതിന് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത് UK കഴിയട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ഇനി നമ്മൾ ഏഷ്യയിലെ മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു വരാം, ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപമെടുത്തത് നമുക്കറിയാം. ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നിരുന്ന അരക്ഷിതാവസ്ഥ, അവിടെ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഒരു റീജിയനിലെ ജനങ്ങൾക്ക് മാത്രം വികസനം ഉണ്ടായപ്പോൾ മറ്റൊരു റീജിയനിലെ ജനങ്ങൾ വികസനത്തിന് മുറവിളിക്കുകയും അത് ഒരു സ്വാതന്ത്ര്യ സമരം പോലെ പുറപ്പെടുകയും ഒരു യുദ്ധത്തിൽ അവസാനിക്കുകയും, എന്നാൽ അതിൻ്റെ അയൽരാജ്യമായി ഇന്ത്യ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ആ ജനങ്ങളെ ജീവിതത്തിൽ ഉറപ്പിടിക്കുകയും വീണ്ടും അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി മാറുകയും അതിൻ്റെ അനന്തരഫലമായി പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അവിടെയും ജനാധിപത്യമാരും നിലനിന്നിരുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്ന ഒരു വനിതയായിരുന്നു. അവിടുത്തെ ഒരു ഉരുക്ക് വനിത എന്ന് നമുക്ക് പറയാം. ലോകത്തിന് സ്വീകാര്യയായ ഒരു ലീഡർ, ഒരു ജനാധിപത്യ പാർട്ടിയുടെ അവാമി ലീഗ് എന്ന പാർട്ടിയുടെ നേതാവ്. കഴിഞ്ഞ 15 വർഷമായി അവരായിരുന്നു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിനെ വികസനത്തിൻ്റെ മുന്നിലേക്ക് ഒരുപാട് നയിച്ചു. ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചു. എന്നാൽ ബംഗ്ലാദേശിൽ അവർ വികസനം ഉണ്ടാക്കിയെങ്കിലും ഷെയ്ഖ് ഹസീന ഒരു ഏകാധിപതിയെ പോലെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുകയും അത് ജനങ്ങളിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കാതെയാകുകയും ചെയ്തു. അല്ലെങ്കിൽ വീണ്ടും ഒരു ജനാധിപത്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. എങ്ങനെ ഒരു വ്യക്തി ഏകാധിപതിയായിത്തീരുന്നു? അവർ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരികയും എന്നാൽ അവർ ഓപ്പോസിഷൻ ലീഡേഴ്സിനെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ഓപ്പോസിഷനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ ഏകാധിപതിയായി മാറുന്നു. ബംഗ്ലാദേശിൽ സംബന്ധിച്ചും അതാണ്. ഷെയ്ഖ് ഹസീനയുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ബീഗം ഖലീദ സിയ എന്ന ഒരു വ്യക്തിയായിരുന്നു. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ്. അവർ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പിന്നീട് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യയാണ്. ബംഗ്ലാദേശിൻ്റെ വികസനത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത ഒരു വ്യക്തിയായിരുന്നു ബീഗം ഖലീദ സിയ. അവർ 90കളിൽ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായി. ഖലീദ സിയ പ്രധാനമന്ത്രി ആകുമ്പോൾ ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നത് ഷെയ്ഖ് ഹസീനയായിരുന്നു. എന്നാൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആയപ്പോൾ ബീഗം ഖലീദ സിയയെ അഴിമതി കേസിൽ അകപ്പെടുത്തുകയും അവിടുത്തെ കോടതി അവൾ അഴിമതിക്കാരനായെന്ന് വിധിക്കുകയും ചെയ്തപ്പോൾ, എന്നാൽ അവരെ കുറഞ്ഞ കാലത്തേക്ക് ശിക്ഷ ആവശ്യമുള്ളപ്പോൾ അവരെ പുറത്തുവിടാതെ അജീവനാന്ത തടങ്കിൽ അവർ ബംഗ്ലാദേശ് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. ബീഗം ഖലീദ സിയ ഒരിക്കൽ പോലും ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങി വരില്ലെന്നും അവരുടെ ജീവിതം ജയിലിൽ തന്നെ അവസാനിക്കും എന്ന് ആണ് ജനങ്ങളും അവരുടെ പാർട്ടിക്കാരും കരുതിയിരുന്നത്. എന്നാൽ ബീഗം ഖലീദ സിയയ്ക്ക് പുറത്തേക്ക് വരുവാനും ഷെയ്ഖ് ഹസീനയ്ക്ക് ജനാധിപത്യത്തിൽ നിന്ന് പുറത്തു പോകാനും ഉള്ള അവസരമുണ്ടായത്
ഷെയ്ഖ് ഹസീനയുടെ പ്രവൃത്തികൾ തന്നെയാണ്. ജനാധിപത്യത്തിൽ ഒരു ഏകാധിപത്യം സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയായ അവാമി ലീഗിന് മാത്രം നിലനിൽക്കുവാൻ, അവർ ഓപ്പോസിഷൻ പാർട്ടികളെ ഇല്ലാതാക്കുവാനും, അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താതിരിക്കുവാനും അവർ ശ്രമിച്ചു. ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുവാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന തീരുമാനിച്ചു. ഇതിനിടെ ജനങ്ങൾക്ക് ഇടയിൽ ഒരു പ്രതിഷേധമുണ്ടാകുകയുണ്ടായി. പ്രത്യേകിച്ചും ജോലികൾ നോക്കുന്ന യുവജനങ്ങൾക്ക് ഇടയിൽ. ബംഗ്ലാദേശിലെ തൊഴിലവസരങ്ങൾ വളരെ കുറവായിരുന്നു. ബംഗ്ലാദേശ് തൊഴിലില്ലായ്മ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ യുവാക്കൾ തൊഴിലിന് വേണ്ടി മുറകൂട്ടുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് മാത്രം 30% സംവരണം നൽകുമ്പോൾ അത് അവാമി ലീഗ് എന്ന പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രം നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്ക് മാത്രം നൽകുന്ന ഒരു ആനുകൂല്യമായി അവിടുത്തെ ജനങ്ങൾ കാണുകയും അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഇടപെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ യുവജനതകൾ നൽകിയ പെറ്റീഷനിൽ അവിടുത്തെ സുപ്രീം കോടതി 30% എന്നുള്ളത് 5% വെട്ടിക്കുറച്ചു. എങ്കിൽ കൂടിയും ജനങ്ങൾ അത് സ്വീകരിക്കുവാൻ തയ്യാറായില്ല. ഇത് അവാമി ലീഗ് എന്ന പാർട്ടിയുടെ ഏകാധിപത്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ അവിടുത്തെ യുവജനങ്ങൾ അക്ഷമരാകുകയും തെരുവിലേക്ക് ഇറങ്ങി ഒരു കലാപമായി പുറപ്പെടുകയും ചെയ്തു. ആ കലാപം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിനു മുന്നിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ അവരുടെ വസതിക്ക് മുന്നിൽ എത്തിയപ്പോൾ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടുവാൻ അല്ലാതെ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ എക്കാലത്തെയും പ്രചാരത്തിൽ ഇരുന്ന, പ്രശസ്തിയിൽ ഇരുന്ന, അല്ലെങ്കിൽ അവരുടെ വികസനത്തിൽ നാഴികക്കല്ലായ ആ മഹതിക്ക് അവർ ഏകാധിപത്യ സ്വഭാവം കാണിച്ചപ്പോൾ അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. അവർ ഉടനെ തന്നെ അവിടുന്ന് രക്ഷപ്പെടുകയും രാജ്യമായി ഇന്ത്യയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ സംവിധാനത്തിൽ ജനാധിപത്യം കൈയാളാൻ ആരുമില്ലാതിരുന്നപ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും അതൊരു വംശകലാപമായി പുറപ്പെടുകയും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ ആക്രമിക്കുകയും ഹിന്ദു അമ്പലങ്ങളും ആരാധനകളെയും ആക്രമിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന ബംഗ്ലാദേശിലെ സൈനികർ അവിടുത്തെ ഭരണം ഏറ്റെടുക്കുകയും സൈനിക മേധാവി ഉടനെ തന്നെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും ശ്രമിക്കും എന്ന് ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകി. അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തീരുമാനിക്കും ജനാധിപത്യത്തിൽ ആര് വരണമെന്ന്. ആര് വരണമെങ്കിൽ ഇലക്ഷൻ എന്ന പ്രോസസ്സ് നടക്കണം. ഇലക്ഷൻ എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ആദ്യം ജനാധിപത്യത്തിലെ പാർട്ടികൾ മത്സരിക്കണം. അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായും അല്ലെങ്കിൽ അവിടുത്തെ MP ആയി മത്സരിക്കുവാനും അവിടുത്തെ ജനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ കടന്നു വരണം. അന്ന് പട്ടാളത്തിന് മുന്നിൽ പെട്ടെന്ന് അടിയന്തരമായൊരു ഇന്ററിം ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പട്ടാളം ഒരു ഇന്ററിം ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വെച്ചത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനും ജനങ്ങളുടെ പ്രിയങ്കരനുമായ ഡോക്ടർ മുഹമ്മദ് യൂനിസിനെയാണ്. ഡോക്ടർ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ പ്രസിഡന്റും മൈക്രോ ഫിനാൻസ് എന്ന പദ്ധതിയുടെ ഉപജ്ഞാതാവുമാണ്. അദ്ദേഹത്തിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലൂടെ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ജീവിതം പുരോഗമിപ്പിക്കുകയും അവർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ദാരിദ്ര്യം മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഡോക്ടർ മുഹമ്മദ് യൂനിസ്. എന്നാൽ അദ്ദേഹത്തെ അഴിമതി ആരോപിച്ച് ജയിലിൽ ഇടുവാനാണ് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ എത്തിയ ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രി ശ്രമിച്ചത്. അതുമൂലം 6 മാസം ഡോക്ടർ മുഹമ്മദ് യൂനിസിന് ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. 6 മാസത്തെ ജയിൽ വാസത്തിന് ശേഷം ഡോക്ടർ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു കടന്ന് UK ഒരു അഭയാർത്ഥിയായി ജീവിക്കുകയായിരുന്നു. 84 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. 84 വയസ്സുള്ള വ്യക്തി ഉണ്ടെങ്കിലും കാര്യപ്രാപ്തിയുള്ള ആ വ്യക്തിയെ ബംഗ്ലാദേശിലെ ജനങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ ബംഗ്ലാദേശിൻ്റെ അധികാരത്തിൻ്റെ തലവനായി അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് മുഹമ്മദ് യൂനിസിനെയാണ്. പട്ടാളത്തിന് മുന്നിലേക്ക് മുഹമ്മദ് യൂനിസിൻ്റെ പേര് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുമ്പോൾ പട്ടാളത്തിന് മറ്റൊരു വഴിയില്ലായിരുന്നു. ഡോക്ടർ മുഹമ്മദ് യൂനിസിനെ അവർ UK നിന്ന് വിളിച്ചു വരുത്തുകയും ബംഗ്ലാദേശിന് അധികാരം ഏറ്റെടുക്കുകയും പറഞ്ഞിരുന്നു.
ഡോക്ടർ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിന് അധികാരം ഏറ്റെടുക്കുകയും അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് ശാന്തരാകുവാൻ ഇരിക്കുകയും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോവുകയും നമ്മൾ പ്രോഗ്രസീവ് ആകേണ്ടതിനെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എത്ര മഹത്തരമാണെന്നും ജനാധിപത്യം ഇല്ലാതാകുമ്പോൾ എങ്ങനെ ലോകത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നുള്ളതുമാണ്. ഇനി നമ്മൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം ഇന്ത്യയിലേക്ക് കടന്നു വരാം. ഇന്ത്യയിൽ നമുക്കറിയാം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനാധിപത്യമാണ്. ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ്. ഇറ്റ്സ് എ സെക്യുലർ കൺട്രി. ഇന്ത്യയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ജനാധിപത്യം നിലനിൽക്കുന്നത്. അവിടെ ഏകാധിപത്യം ഉണ്ടാകുന്നില്ല. അവിടെ ജനാധിപത്യത്തിനുള്ളിൽ ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതൊരു ഫെഡറൽ സംവിധാനമാണ്. ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമായൊരു അധികാര സംവിധാനം അല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക ഗവൺമെൻറ്റുകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അതിന് താഴെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ജില്ലാ ഭരണകൂടം, മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ, ഇവിടെ എല്ലാം ഉണ്ട്. താഴെത്തട്ടിൽ ജനാധിപത്യം. എന്നാൽ ഇതിനെല്ലാം ഏകോപിപ്പിക്കാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഭാരതത്തിലെ എല്ലാ ജനങ്ങളും വോട്ട് ചെയ്തിട്ടാണ്. കഴിഞ്ഞ 10 കൊല്ലമായി നമുക്കറിയാം NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലിയൻസ് എന്ന ഒരു രാഷ്ട്രീയമായ അലിയൻസ്. ഈ അലിയൻസ് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയാണ്. പാർട്ടിയുടെ നേതാവായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷമായി. ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക, 10 വർഷം ഇന്ത്യയെ ഭരിച്ച നരേന്ദ്രമോദി എന്ന വ്യക്തി ഒരു ഏകാധിപതിയായി മാറുമോ എന്നുള്ളതായിരുന്നു. ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമാണോ അല്ലെങ്കിൽ ആ പാർട്ടി ഏകാധിപത്യത്തിലേക്ക് കടന്നു പോയതാണോ എന്ന് നമുക്ക് അറിയില്ല. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വന്നപ്പോൾ 400-ലധികം സീറ്റ് നേടും എന്ന പാർട്ടി അവകാശപ്പെടുകയും അതിൻ്റെ നേതാവായ നരേന്ദ്രമോദി പല വേദികളിലും 400 സീറ്റുകളിൽ കൂടുതൽ നമ്മൾ നേടുകയും അതോടൊപ്പം ഓപ്പോസിഷനിൽ ഇല്ലാതാവും എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷമായി ഭാരതത്തിലെ ദേശീയ ഗവൺമെൻറ്റിൽ ഒരു ഓപ്പോസിഷൻ ലീഡർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ദേശീയ ലീഡർ അല്ലെങ്കിൽ ഓപ്പോസിഷൻ ലീഡർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകണമെങ്കിൽ ഓപ്പോസിഷന് 10% MP-മാരെങ്കിലും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ 10 കൊല്ലം NDA സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ 10% സീറ്റുണ്ടായിരുന്ന ഒരു പാർട്ടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭരണത്തിലിരുന്ന നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. ജനാധിപത്യത്തിൽ ഓവർ കോൺഫിഡൻറ്റ് പാടില്ല. അങ്ങനെ വന്നാൽ അതൊരു പക്ഷേ ഏകാധിപത്യത്തിലേക്ക് നയിക്കും. അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഏകാധിപത്യക്ക് ഒരു സ്ഥാനമില്ലെന്ന് അവർ വിചാരിച്ചിരിക്കാം. ഒരു സീറ്റ് വിചാരിച്ച പാർട്ടിക്ക് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ലഭിച്ച 296 സീറ്റാണ്. കേവല ഭൂരിപക്ഷം 272 സീറ്റാണ് വേണ്ടത്. 272 സീറ്റിൽ കൂടുതലായ 20 സീറ്റ് നേടിയപ്പോഴും അദ്ദേഹത്തിന് കേവല ഭൂരിപക്ഷമുണ്ട്, ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് 63 സീറ്റുകൾ. 40 സീറ്റ് ഉണ്ടായിരുന്നു ആ അലിയൻസിന് കിട്ടിയത് 296 സീറ്റാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർട്ടി 303 സീറ്റ് ഉണ്ടായിരുന്നു. BJP എന്ന പാർട്ടിക്ക് ലഭിച്ചത് 240 സീറ്റാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, പക്ഷേ അലിയൻസിനുണ്ട്. ജനാധിപത്യത്തിൽ നരേന്ദ്രമോദി 3-ാം പ്രാവശ്യം അധികാരത്തിൽ വന്നു. അതൊരു ചരിത്ര വസ്തുതയാണ്. പക്ഷേ അതൊരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദി ഏകാധിപതിയാണോ, നരേന്ദ്രമോദി ഏകാധിപതിയായി തീരുമോ എന്ന് നമുക്കറിയില്ല. അതൊരു ഓപ്പോസിഷൻ്റെ അക്യൂസേഷൻ മാത്രമാകാം. പക്ഷേ ആണെങ്കിലും അല്ലെങ്കിലും ജനങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ 296 സീറ്റിൽ ഭരിച്ചാൽ മതി എന്നുള്ളത്. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. അത് നരേന്ദ്രമോദിയും മനസ്സിലാക്കിയിരിക്കാം. ഇവിടെ അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കുന്നതിന് കാരണം ഏകാധിപത്യമില്ല, ജനാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ജൂലൈയിലെ ഓഗസ്റ്റിൻ്റെ തുടക്കത്തിൽ 2024 ഭാരതത്തിൻ്റെ സൗത്ത് മേഖലയിലുള്ള കേരള സംസ്ഥാനത്തിൽ വയനാട് എന്ന സ്ഥലത്ത് ഒരു മഹാപേമാരി ഉണ്ടാകുകയും ലാൻഡ് സ്ലൈഡ്സ്, അവിടെ മലകൾ ഇടിഞ്ഞു വീഴുകയും അതിയായ മഴ പെയ്യുകയും അവിടെ 4000-ത്തോളം കുടുംബങ്ങളെയും അത് ബാധിക്കുകയും അതാണ് 400-ലധികം വ്യക്തികളെ ജീവിതം നഷ്ടപ്പെടുകയും 1000-ലധികം വ്യക്തികൾ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ രാഷ്ട്രീയപരമായി വേറിട്ട വ്യക്തികൾ, അത് കോൺഗ്രസ് എന്ന പാർട്ടിയോ CPM എന്ന പാർട്ടിയോ BJP എന്ന പാർട്ടിയോ ഹിന്ദു എന്ന മതത്തിൽപ്പെടുന്നവരോ മുസ്ലിം എന്ന മതത്തിൽപ്പെടുന്നവരോ ക്രിസ്ത്യൻ എന്ന മതത്തിൽപ്പെടുന്നവരോ വേർതിരിവില്ലാതെ മനുഷ്യരായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾ ഒന്നിച്ചു നിന്നപ്പോൾ അവിടുത്തെ
ജനങ്ങളുടെ ജീവിതത്തെ വീണ്ടെടുക്കുവാനും മണ്ണിലടിയിൽപ്പെട്ട നിസ്സഹായരായ വ്യക്തികളെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുവാനും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്കും ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ നേവിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ക്രൈസിസിൽ എല്ലാ ജനങ്ങളും രാഷ്ട്രീയവും മതവും മറന്ന് ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. അത് ഇന്ത്യ എന്ന രാജ്യത്ത് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ജനാധിപത്യത്തിന് മുന്നിൽ അതൊരു ശ്രീകോവിലായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി റഷ്യയും യുക്രൈനും മാറി നടക്കുന്നു, യുദ്ധം നടക്കുന്നു. അവിടെ യുദ്ധം നടക്കുന്നത് റഷ്യയുടെ ഏകാധിപത്യവും അല്ലെങ്കിൽ റഷ്യയുടെ ജനാധിപത്യ സംവിധാനത്തെ മാനിക്കാത്ത യുക്രൈൻ ഒരു നാറ്റോ എന്ന ഒരു ശക്തിയിലൂടെ മാറുകയും ചെയ്തു, അല്ലെങ്കിൽ റഷ്യ എന്ന രാജ്യത്തെ ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ്. റഷ്യ ഒരു ഏകാധിപതിയായി യുക്രൈനെ ആക്രമിക്കുകയും എന്നാൽ ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറാതെ യുക്രൈൻ വീണ്ടും റഷ്യയെ വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്തും വിട്ടുവീഴ്ചയില്ല. ഇതിന് റഷ്യക്ക് സപ്പോർട്ടായി ചൈന എന്ന രാജ്യമുണ്ട്. ചൈന നമുക്കറിയാം ഏകാധിപത്യത്തിന് പേരുകെട്ട രാജ്യമാണ്. പാലസ്തീനിലും ഇസ്രയേലിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പാലസ്തീൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഹമാസ് എന്ന ഒരു സംഘടനയാണ്. രാഷ്ട്രീയമായ ആദർശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു സംഘടന. അവർ മനുഷ്യത്വം പറയുമ്പോഴും അവർക്ക് മതമാണ് പ്രധാനപ്പെട്ടത്. മതത്തിൻ്റെ മുന്നിൽ വിട്ടുവീഴ്ച ഒന്നുമില്ല. അവർ നിരന്തരമായി ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നു. ഇസ്രയേൽ ആണെങ്കിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല. അവിടെയും മതമാണ് പ്രശ്നം. പാലസ്തീൻ രാജ്യത്തിനെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന രീതിയിൽ അവർ ആക്രമിക്കുമ്പോൾ അവിടെ മരണപ്പെടുന്നത് നിസ്സഹായരായ മനുഷ്യരാണ്. കുട്ടികളുണ്ട്, വയോവൃദ്ധരുണ്ട്, അസുഖം പോലും കഷ്ടപ്പെടുന്നവരുണ്ട്, ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെടുന്നു. ഇവിടെയൊന്നും ഒരു ചർച്ചയ്ക്കും വിട്ടുവീഴ്ചയ്ക്കും ഇവരാരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെയും ജനാധിപത്യങ്ങൾ ഇല്ലാതാകുന്നു, ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശക്തി കുറയുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ലോകത്തിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ടത് ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായി ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് മനുഷ്യന് വീണ്ടും ജീവിതം വീണ്ടെടുക്കാനുള്ള ഒരു പ്രചോദനമാണ്. ലോകത്തിൽ ജനാധിപത്യം നിലനിൽക്കട്ടെ എന്നാണ് ഫോറം അറ്റ് നൗ എന്ന ചാനലിന് പറയുവാനുള്ളത്. വീണ്ടും ഒരു നല്ല നാളേക്ക് 2024 അവസാനത്തിലും മനോഹരമായൊരു ലോകം നമുക്ക് പ്രത്യാശിക്കാം. റഷ്യയും ഉക്രൈനുമുള്ള യുദ്ധം അവസാനിക്കട്ടെ, ഇസ്രയേലും പാലസ്തീനിലുമുള്ള യുദ്ധം അവസാനിക്കട്ടെ, അസ്വസ്ഥമായ UK സമാധാനം നിലനിൽക്കട്ടെ, ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് ഡോക്ടർ മുഹമ്മദ് യൂനിസിന് സമാധാനം കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫോറം അറ്റ് നൗ. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു.